നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമാപന സമ്മേളനത്തിൽ മിസ എന്ന് പറയുന്ന ആ നാടകം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പോരാടിയ പോരാട്ടത്തിൻ്റെ നാടകത്തിൻ്റെ കഥ അത് വീണ്ടും ഒന്നുകൂടി അവതരിപ്പിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മാധ്യമ വാർത്തകളും എല്ലാം വരുന്നത്. സന്തോഷം, അതിനൊന്നും ഞാനെതിരല്ല. എനിക്കിപ്പോൾ ആ നാടകം അങ്ങനെ ആവിഷ്കരിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വരാനും പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു തവണ അവതരിപ്പിച്ചു, അതിൽ കുറേ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നുവെങ്കിലും നിങ്ങളുടെ മറുപടിയിൽ അവർ തൃപ്തി അടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനത്തോടുള്ള വെല്ലുവിളി എന്നുള്ള നിലയിൽ ഇവിടുത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളിലും ഉണ്ടാകുന്ന പ്രചരണത്തിനനുസരിച്ച് വീണ്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് നടത്തുകയാണെങ്കിൽ അത് കുറേ പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന മാനസികമായ പ്രശ്നം, അത് അനുഭവിക്കാൻ പോകുന്ന അതിൻ്റെ പ്രതിസന്ധി, അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടിയാണ്, CPIM ആണ്. യുവജനങ്ങൾക്ക് ചിലപ്പോൾ ഇത് നല്ല ഹരായിട്ട് തോന്നും. ഒരു വിഭാഗം യുവജനങ്ങൾക്ക് നേതൃത്വം പറഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാർ പ്രതികരിക്കാണ്ട് നിൽക്കും. പക്ഷേ പാർട്ടിയായി ബന്ധപ്പെടുന്ന മുതിർന്ന ആളുകളുണ്ട്, നമ്മൾ അവരെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പാർട്ടിയിലെ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിവിധ സാഹചര്യങ്ങളെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്കിതൊരു മുറിവേൽക്കുന്ന രീതിയിലേക്ക് വന്നാൽ അവർ ഈ സംവിധാനത്തെ വെറുക്കും. ഒരു തവണ പല കാര്യങ്ങളും ഇതുപോലെ ചൂണ്ടിക്കാണിച്ച് വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഈ അവസ്ഥയിലേക്ക് വന്നത്. വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ഇതുപോലെ ആരെയൊക്കെയോ വെല്ലുവിളിച്ചു, ആരെയൊക്കെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പണ്ട് വെള്ളാപ്പള്ളി നടേശനെയും ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പം പറയുകയാണ് തെറ്റുപറ്റിപ്പോയെന്ന്. എന്നതുപോലെ നാളുകളിൽ നിങ്ങൾക്കിത് തെറ്റുപറ്റിപ്പോയെന്ന് പറയേണ്ട അവസ്ഥ വരും. DYFIയും വർഗവിഭജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്ന തെറ്റിന് അനുഭവിക്കേണ്ടി വരുന്നത് പാർട്ടിയാണ്, ഒരു സംശയവുമില്ല. പാർട്ടിയിലുള്ള മുതിർന്ന ആളുകൾ, യുവാക്കൾക്ക് ഹരം തോന്നി, പക്ഷേ മുതിർന്ന ആളുകൾക്ക് അരോചകത്വമുണ്ടാകും. എല്ലാവരും നിങ്ങളീ പറയുന്ന പുതിയ കാലഘട്ടത്തോട് യോജിച്ച് നിൽക്കുന്നവരൊന്നുമല്ല. ഒരിക്കൽ അവതരിപ്പിച്ചില്ലേ, അതിന് ജനങ്ങൾ അംഗീകരിച്ചില്ലേ. പിന്നെയും ഇവിടുത്തെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെ വെല്ലുവിളിക്കനുസരിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം നിറവേറും. അവരുടെ ഉദ്ദേശം നിങ്ങളെ പ്രകോപിപ്പിക്കുക, പാർട്ടിക്ക് ക്ഷതമേക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതാകുമ്പോൾ ഇതിനകത്തുള്ള ആളുകൾക്ക് പ്രയാസം തോന്നും. ഇനി DYFIയുടെ പരിപാടിയിൽ പൊതുസമ്മേളനത്തിൽ, സമാപന സമ്മേളനത്തിൽ ഒരു വലിയ ജനക്കൂട്ടം വന്നു എന്ന് പറഞ്ഞാൽ എതിരാളികൾ നാളെ പ്രചരിപ്പിക്കും. ആളെ കൂട്ടാൻ വേണ്ടി വീണ്ടും അവർ ആ നാടകം അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ വരാൻ കാരണം. DYFIയുടെ ആളുകൾ, സാധാരണ നേതാക്കന്മാർ, പ്രവർത്തകർ, അവരെ അക്ഷീണം പ്രവർത്തിച്ച് ആളെ കൂട്ടി വന്നിട്ടായിരിക്കാം പരിപാടി വിജയിച്ചിട്ടുണ്ടാകുക. പക്ഷേ നാളെ ഇതേ മാധ്യമങ്ങൾ, ഇതേ ആളുകൾ, സൈബർ ഇടങ്ങൾ പറയും അവർ ആ നാടകം അവതരിപ്പിച്ചതുകൊണ്ട് ആ വേഷം കാണാൻ വേണ്ടിയിട്ടാണെന്ന്. ഇത് പറയിപ്പിക്കൽ മാത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചൊല്ലല്ല പല്ലുഹേ നാവേ, അത് നല്ലൊരു കവിതയാണ്. കാരണം നാവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനഭ്രംശം അനുഭവിക്കേണ്ടത് പല്ല. കാരണം ഇത് കടിച്ച് തിന്നണം, ചവച്ചിറക്കണം, ഇതിൻ്റെയൊക്കെ സ്ഥാനഭ്രംശം ആർക്കാം. എന്നതുപോലെ നിങ്ങളിപ്പോൾ വെല്ലുവിളിച്ച് ആരോടുള്ള വെല്ലുവിളിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നാളെ ഈ പരിപാടി അങ്ങ് നടത്തിക്കഴിഞ്ഞാൽ, പൊതുസമ്മേളനത്തിൽ ഈ പരിപാടി നടത്തിയാൽ CPIM നിന്ന് ഒരു വലിയൊരു വിഭാഗം മൗനമായി പിൻവലിയും, വെറുക്കും. അവർ നിങ്ങളോട് പറയില്ല. ഇതുപോലൊരു അവസരം വരുമ്പോൾ, ഇലക്ഷൻ വന്ന പോലൊരു അവസരം വരുമ്പോൾ അവരത് പ്രതികരിക്കും. ചിലവർ തുറന്നും പറയും. അവർക്ക് മാനസികമായ പ്രശ്നം വരും. എങ്ങനെയാണ് മക്കളെ അങ്ങോട്ട് അയക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവരും പുരോഗമനമായി ചിന്തിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ പാർട്ടിയിലുള്ളത്. അപ്പോൾ ഒരിക്കൽ അവതരിപ്പിച്ചത് തെറ്റില്ല. പക്ഷെ വീണ്ടും വീണ്ടും വെല്ലുവിളി പോലെ നിങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ അവതരിപ്പിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അവർ 9 സ്ഥലത്ത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് 9 രാഷ്ട്രീയ വേദിയല്ല. ക്ലബ്ബുകളായിരിക്കാം, സ്കൂളുകളായിരിക്കാം, മറ്റേതെങ്കിലും സ്ഥാപനങ്ങളായിരിക്കാം.
പക്ഷെ രാഷ്ട്രീയ വേദിയിൽ അത് പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വെല്ലുവിളിയൊക്കെ ആവാം. പക്ഷേ നവമാധ്യമങ്ങളെ കണ്ടിട്ടും മാധ്യമങ്ങളുടെ വാർത്തകൾ കണ്ടിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാൻ നിന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. തൽക്കാലം ആരും പ്രതികരിക്കില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പറയുമ്പോൾ പൊതുമധ്യത്തിൽ വന്നിട്ട് പറയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ്, പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്നൊക്കെ. പക്ഷെ വീടുകളിലേക്ക് എത്തുമ്പോഴേക്ക് അവർ അങ്ങനെയല്ല ഉണ്ടാകുക. അവരെ മനസ്സിലൊന്ന് കരുതി വെക്കും, അതവരെ പറ്റാവുന്നിടത്ത് പ്രയോഗിക്കും. അപ്പം അതുകൊണ്ട് പിന്നെ വീണ്ടും അവതരിപ്പിക്കുന്നു എന്നുള്ളത് ജനത്തോടുള്ള വെല്ലുവിളിയാണ്, ഒരു വിഭാഗം ആളുകളോടുള്ള വെല്ലുവിളിയാണ്.